മാലദ്വീപിലേക്ക് ചരക്കു നീക്കത്തിന് സാധ്യത തെളിയുന്നു. വിഴിഞ്ഞത്തെ മാരിടൈം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്ത് നിന്ന് ചരക്കു നീക്കത്തിനുള്ള കസ്റ്റംസ് അനുമതി നൽകിയുള്ള ഉത്തരവിറങ്ങി. വിഴിഞ്ഞത്തെ സീവേഡ് വാർഫിനാണ് അനുമതി ലഭിച്ചത്. 2018 വരെ സീവേഡ് വാർഫിൽ നിന്ന് മാലിയിലേക്ക് ചരക്കു നീക്കം നടത്തിയിരുന്നുവെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ മുടങ്ങി. ചരക്കു നീക്കം നിലച്ചെങ്കിലും 2022 വിഴിഞ്ഞത്ത് നിന്ന് കൂറ്റൻ ക്രെയിനുമായി മാലദ്വീപിലേക്ക് കപ്പൽ പോയിരുന്നു. മാലിയിലെ ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണത്തിനാണ് ക്രെയിൻ കൊണ്ടുപോയത്. ദൂരക്കുറവും സാങ്കേതിക സംവിധാനങ്ങൾ ഉള്ളതിനാലുമാണ് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ക്രെയിൻ കൊണ്ടുപോയത്. വിഴിഞ്ഞത്ത് ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുന്നതിനുള്ള കസ്റ്റംസ് തുറമുഖമായി കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി ടിജുവാണ് വിജ്ഞാപനമിറക്കിയത്. ഇലക്ട്രോണിക്സ് ഡേറ്റ ഇന്റർചേഞ്ച് സംവിധാനം കൂടി ലഭിച്ചാലുടൻ ചരക്കു നീക്കത്തിന് തുറമുഖം സജ്ജമാകും. അതിനിടയിൽ റെക്കോർഡുകൾ ഭേദിച്ച് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കുതിപ്പ്. ജനുവരിയിൽ 1.23 ലക്ഷം TEU കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്തു. ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന പ്രതിമാസ കണക്കാണിത്. കഴിഞ്ഞ മാസം തുറമുഖം 62 കപ്പലുകൾ കൈകാര്യം ചെയ്തു. പ്രതിമാസ കണക്കിൽ ഇത് ഏറ്റവും ഉയർന്ന എണ്ണമാണ്. ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങളിൽ നിന്നും ചരക്കു നീക്കം നടത്തുന്നതിനുള്ള സിംഗിൾ ലൈസൻസ് ലഭിക്കാത്തതോടെയാണ് വിഴിഞ്ഞത്ത് നിന്ന് മാലിയിലേക്കുള്ള ചരക്കു നീക്കം നിലച്ചത്. 2018 ഡിസംബറിലാണ് ചരക്കുമായി അവസാനമായി കപ്പൽ പോയത്. മുൻപ് ആഴ്ചയിൽ 4-5 തവണ ഇവിടെ നിന്ന് ചരക്കുമായി കപ്പൽ പോയിരുന്നു. ഒരു തവണ ചരക്ക് കയറ്റി അയക്കുമ്പോൾ തുറമുഖ വകുപ്പിന്റെ ക്രെയിൻ, വാർഫ് വാടക എന്നിവയടക്കമുള്ള തുക ലഭിച്ചിരുന്നു. ഇതിനു പുറമെ കയറ്റിയിറക്ക് തൊഴിലാളികൾക്കും വരുമാനം ലഭിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്നെത്തിക്കുന്ന വാഴപ്പഴം, പേരയ്ക്ക, കൈതച്ചക്ക എന്നിവ ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങളാണ് ഇവിടെ നിന്ന് കയറ്റി അയച്ചിരുന്നത്. നോമ്പുകാല വിഭവങ്ങൾ കൊണ്ടുപോകുന്നതിനായി ആഴ്ചയിൽ ഒരിക്കൽ വിഴിഞ്ഞത്തെത്തിയിരുന്നു. 48 മണിക്കൂർ കൊണ്ട് വിഴിഞ്ഞത്തു നിന്ന് വിഭവങ്ങൾ മാലിയിലെത്തും. മണിക്കൂറിൽ 30.12 കണ്ടെയ്നറുകൾ എന്ന ഏറ്റവും ഉയർന്ന ഗ്രോസ് ക്രെയിൻ നിരക്ക് കൈവരിക്കാനും വിഴിഞ്ഞത്തിന് സാധിച്ചു. രാജ്യാന്തര തലത്തിൽ തന്നെ GCR 30 മുകളിലെത്തുന്നത് മികച്ച നേട്ടമായാണ് കണക്കാക്കുന്നത്. കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തിയുള്ള ആഗോള റാങ്കിങ്ങിൽ വിഴിഞ്ഞം 83ാം സ്ഥാനത്തേക്ക് ഉയർന്നു. വിഴിഞ്ഞത്ത് ഇതുവരെ 740 കപ്പലുകളും 15.70 ലക്ഷം TEU ചരക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമാണ് വിഴിഞ്ഞം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ദക്ഷിണേന്ത്യയിലെ ചുരുക്കം തുറമുഖങ്ങളിൽ ഒന്നാണിത്. 2024 ഡിസംബർ മുതൽ 2026 ജനുവരി വരെ 399 മീറ്ററിൽ കൂടുതൽ നീളമുള്ള 50-ലധികം അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ തുറമുഖം കൈകാര്യം ചെയ്തു. ഈ കാലയളവിൽ കൈകാര്യം ചെയ്ത 160-ലധികം കപ്പലുകൾ 300 മീറ്ററിൽ കൂടുതൽ നീളമുള്ളവയായിരുന്നു. അതേസമയം 50 കപ്പലുകൾ 16 മീറ്ററിൽ കൂടുതൽ ഡ്രാഫ്റ്റുകളോടെ എത്തി. ദക്ഷിണേന്ത്യയിൽ ഇതുവരെ കൈകാര്യം ചെയ്തതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ ഡ്രാഫ്റ്റ് കപ്പലായി 17.1 മീറ്ററുമായി MSC വെറോണ മാറി. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറേനയും വിഴിഞ്ഞത്തെത്തി. ഈ നേട്ടം കൈവരിക്കുന്നതിൽ സാങ്കേതിക വിദ്യയും തൊഴിൽ ശക്തിയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അദാനി പോർട്സ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി തുറമുഖ വികസനത്തിനായി 16,000 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. രണ്ടാം ഘട്ടത്തിൽ കണ്ടെയ്നർ ബെർത്തിന്റെ നീളം 800 മീറ്ററിൽ നിന്ന് 2000 മീറ്ററായി വർദ്ധിപ്പിക്കും. അതേസമയം ബ്രേക്ക് വാട്ടർ നീളം ഏകദേശം 3900 മീറ്ററാകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബാകാനുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് വിഴിഞ്ഞം. ഇപ്പോഴുള്ളതിന്റെ 5 ഇരട്ടി കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് 3 വർഷത്തിനുള്ളിൽ കൈവരിക്കുക. 2028 പൂർത്തിയാകുന്ന 10,000 കോടി രൂപയുടെ രണ്ടാം ഘട്ട വികസനം പൂർത്തിയാകുമ്പോൾ വാർഷിക കണ്ടെയ്നർ കൈകാര്യം ചെയ്യൽ ശേഷി 10 ലക്ഷം TEUവിൽ നിന്ന് 50 ലക്ഷം TEU ആയി വർദ്ധിക്കും. എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ തുകയുടെ വികസനം വിഴിഞ്ഞത്തുണ്ടാകും. പൂർണ്ണമായി വികസിപ്പിച്ചു കഴിഞ്ഞാൽ 2029ഓടെ വിഴിഞ്ഞത്തിന്റെ ശേഷി 1 ദശലക്ഷം TEUവിൽ നിന്ന് 5.7 ദശലക്ഷം TEU ആയി ഉയരും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.